ADGP MR അജിത് കുമാറിനും മുൻ SP സുജിത് ദാസിനുമെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് PV അൻവർ MLA. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചുവെന്നും സർക്കാർ നീതിപൂർവമായ നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. തൃശൂർ DIG തോംസൺ ജോസ് അൻവർ MLAയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. എഴുതി നൽകിയ പരാതിയിൽ സർക്കാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാര്യക്ഷമമായ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പോലീസ് സേനയിലെ ചിലരുടെ ക്രിമിനൽ പശ്ചാത്തലം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കേരളത്തിലെ പോലീസ് സംവിധാനത്തിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില ഓഫീസർമാരുടെ അവരുടെ പ്രവൃത്തികളും അത് ഈ സമൂഹത്തിനെ എത്രത്തോളം ദോഷമായി ബാധിക്കുന്നു, എത്രത്തോളം പൊതുപ്രവർത്തകരെ ബാധിക്കുന്നു എന്ന വിഷയം കഴിഞ്ഞ കുറേ ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മലപ്പുറത്തെ SP ആയിരുന്ന സുജിത് ദാസ് IPS ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നടപടികളിലേക്ക് കടന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ്. റിദാൻ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ തെളിവുകളും MLA പുറത്തുവിട്ടു. സുജിത് ദാസിന് പങ്കുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ വിവരങ്ങൾ അറിയാവുന്നതിനാലാണ് റിദാനെ വധിച്ചതെന്നും MLA ആരോപിച്ചു. ഏകദേശം 1 വർഷം മുമ്പ് എൻ്റെ പഞ്ചായത്തിൽ നടന്ന റിദാൻ ബാസിൽ കൊലപാതകമാണ്. റിദാൻ ബാസിൽ വെടിയേറ്റാണ് മരിച്ചത് എന്നാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട അതിനുശേഷം ഞാൻ കണ്ടുമുട്ടിയ ചില പോലീസ് ഓഫീസർമാരിലൊക്കെ ചെറിയ ചെറിയ ദുരൂഹതകൾ ഇതിലുണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള SP ആണ് മലപ്പുറത്തെന്നും ആ SP-യെ ഇവിടെ വാഴാൻ അനുവദിക്കുന്നത് ADGP അജിത് കുമാർ ആണെന്നുമുള്ള ബോധ്യത്തിൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാനുണ്ടായിരുന്നു. MR അജിത് കുമാർ, സുജിത് ദാസ് എന്നിവർക്കെതിരെയാണ് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും പരാതി എഴുതി നൽകിയതെന്നും MLA വ്യക്തമാക്കി. കൈരളി ന്യൂസ്, മലപ്പുറം.